നിങ്ങളൊരു സ്ക്രിപ്റ്റ് റൈറ്ററോ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറോ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 10 ഷോട്ടുകൾ. 1. എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്. അതായത് ലൊക്കേഷൻ കാണിക്കുക, സീൻ എവിടെയാണ്, ഓഡിയൻസിന് ഇൻസ്റ്റന്റ്ലി ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് മനസ്സിലാവാൻ അതിന് നമുക്കൊരു വൈറ്റ് ഷോട്ട്, അതായത് സിറ്റി സ്കൈ ലൈൻ അല്ലെങ്കിൽ ഹൗസിന്റെ എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിന്റെ വ്യൂ, ഇതൊക്കെ നമുക്ക് അത് ത്രൂ കാണിക്കാം. രണ്ടാമത്തത് വൈറ്റ് ഷോട്ട് അല്ലെങ്കിൽ ലോങ് ഷോട്ട്. ഒന്നെങ്കിൽ ക്യാരക്ടറിനെ മുഴുവനായിട്ട് കാണിക്കുക അല്ലെങ്കിൽ ഇമോഷൻ എല്ലാം കൂടി ഒരുമിച്ച് ക്യാപ്ചർ ചെയ്യാനൊക്കെ ഇത് വളരെയധികം പെർഫെക്റ്റ് ആണ്. മൂന്നാമത്തത് മീഡിയം ഷോട്ട്, അതായത് നമ്മുടെ തല മുതൽ ഒരു വയറ് വരെ എന്നുള്ള ഒരു രീതിയിലുള്ളത്. അത് ഡയലോഗ്സ് സീൻസിനൊക്കെ ഏറ്റവും കൂടുതൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഷോട്ടാണ്. ഇത് ഇമോഷനും ക്യാരക്ടറിനും ഒരുപോലെ യൂസ് ചെയ്യാറുണ്ട്. നാലാമത്തത് ക്ലോസപ്പ്, അതായത് ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ നല്ല രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുക. അതായത് ഇമോഷൻ കൺവേ ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യും. അഞ്ചാമത്തത് എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട്, അതായത് ഈ കണ്ണ്, ചുണ്ട്, പല്ല് അല്ലെങ്കിൽ മൂക്ക്, ഇതിൻ്റെയൊക്കെ ഇമോഷൻസ് ഡീപ്പായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ആറാമത്തത് ഓവർ ദ ഷോൾഡർ ഷോട്ട്, അതായത് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സീനിൽ അത് നമ്മുടെ ഷോൾഡറിൻ്റെ ബാക്കിൽ ക്യാമറ വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഒരുപാട് സീൻസ് കണ്ടിരുന്നു, അല്ലെങ്കിൽ രണ്ടുപേരുള്ള ഒരു കോൺവെർസേഷനിലൊക്കെ ക്യാരക്ടറിൻ്റെ വ്യൂ ആയി നമ്മളുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഏഴാമത്തത് പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഞാനിപ്പോൾ നോക്കുന്നത് നേരെ ക്യാമറയിലേക്കല്ല, നിങ്ങൾ ചില സിറ്റുവേഷൻസ് കാണുന്നില്ലേ, നമ്മളുടെ കണ്ണാണ് ക്യാമറ എന്ന് തോന്നിപ്പിക്കുന്ന പല സംഭവങ്ങൾ, അതിനെയാണ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ POV എന്ന് പറയുന്നത്. എട്ടാമത്തത് ട്രാക്കിംഗ് അല്ലെങ്കിൽ ഡോളി ഷോട്ട്, അതായത് ക്യാമറ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സബ്ജക്റ്റ് ഫോളോ ചെയ്യാണ് ഇവിടെ ചെയ്യുക. പിന്നെ 9 ലോ ആംഗിൾ ഷോട്ട്, അതായത് ക്യാമറ ഇപ്പോൾ ഒരു ലോ ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന പല വിഷ്വൽസ് നോക്കി നോക്കുക, അതൊരു ക്യാരക്ടറിൻ്റെ ഒരു പവർ, അതായത് ആ ക്യാരക്ടർ അത്രയും പവർഫുൾ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഷോട്ടാണ്. പിന്നെ ഹൈ ആംഗിൾ ഷോട്ട്, ഈ ഹൈ ആംഗിൾ ഷോട്ട് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഒരു വീക്കായിട്ട് തോന്നാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ ഷോട്ട് മാത്രമല്ല അതിൻ്റെ പേർപ്പസും നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കിടിലൻ സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഒക്കെ ആവാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.